ഇന്ന് കേരളത്തിൽ നടക്കുന്ന വികസനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ വികസനമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി രണ്ട് മുന്നണികളും അവർ പ്രചരിപ്പിക്കുന്നത് സ്വർണ്ണക്കൊള്ളയും ഗർഭക്കൊള്ളയുമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെക്കുന്നത് വികസനമാണ്. കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം. ഇന്ന് കേരളത്തിൽ നടക്കുന്ന വികസനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ വികസനമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി രണ്ട് മുന്നണികളും അവർ പ്രചരിപ്പിക്കുന്നത് സ്വർണ്ണക്കൊള്ളയും ഗർഭക്കൊള്ളയുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചർച്ച വഴിതിരിച്ചു വിടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. BJP മുന്നോട്ട് വെക്കുന്ന വികസനത്തിൽ 3 ലക്ഷം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ 2025-26 ബജറ്റിലെ ആകെ എക്സ്പെൻഡിച്ചർ 1,70,000 കോടി രൂപയാണ്. അതായത് കേരളത്തിലെ ബജറ്റ് സൈസിന്റെ ഏതാണ്ട് ഇരട്ടിയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം, കേന്ദ്രത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം. അതാണ് 2003-2004 കേരള ബജറ്റിൽ ശ്രീ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ബജറ്റിൽ അദ്ദേഹം 48ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. 2023-24 ബജറ്റിലെ കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ദേശീയപാത 66, മറ്റ് ദേശീയപാതകൾ ഉൾപ്പെടെ 1931 കിലോമീറ്റർ ദൂരത്തിൽ ഏകദേശം 1,33,000 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗതിയിലാണ്. 23-24 ബജറ്റിൽ പറയുന്നതാണ്. മാത്രമല്ല, സ്ഥലം എടുത്തതിനെ പറ്റിയൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നത്. അതിൻ്റെ അവസാന ഭാഗം പറയുന്നത് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ അടുത്ത 3 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ മൂലധന നിക്ഷേപം നടക്കുന്ന ഒരു മേഖലയാണ് ഈ ദേശീയപാത വികസനം. ഇവിടെ ജിമ്മ് നടന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം കൊച്ചിയിൽ ജിമ്മ് നടന്ന അവസരത്തിൽ നിതിൻ ഗഡ്കരി 3 ലക്ഷം കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ബൈപ്പാസുകൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. 3 ലക്ഷം കോടി രൂപയുടെ, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 2023-24 കേരളത്തിലെ ആകെ എക്സ്പെൻഡിച്ചർ 1,35,000 കോടിയായിരുന്നു. 1,35,000 കോടി, സോറി, എക്സ്പെൻഡിച്ചർ അല്ല, റവന്യൂ വരുമാനം 1,35,000 കോടിയായിരുന്നു. നാഷണൽ ഹൈവേയുടെ മാത്രം ആ ബജറ്റിൽ എഴുതിയിരിക്കുന്ന 1,33,000 കോടിയാണ്. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയും നിലനിൽക്കുന്നത് കേന്ദ്രത്തിന്റെ സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ. 3 ലക്ഷത്തിന്റെ ഞാൻ പറഞ്ഞു. 20,000 കോടിയുടെയാണ് വികസന പ്രവർത്തനങ്ങൾ റെയിൽവേയുടെ നടക്കുന്നത്. കഴിഞ്ഞ ബജറ്റിലെ 3,043 കോടി. അതുകൂടാതെ ഈ 7 റെയിൽവേ സ്റ്റേഷനുകൾ, മോഡേൺ റെയിൽവേ സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് 2 ലക്ഷം കോടിയിലേറെ, 2.5 ലക്ഷം കോടിയിലേറെ, 2.5 ലക്ഷം കോടി ഈ 7 നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ, 35 അമൃത് സ്റ്റേഷനുകൾ, അതിനും 2.5 ലക്ഷം കോടി. കൂടാതെ ഇപ്പോൾ നമ്മുടെ വികസന അതായത് ഡബ്ലിങ്, അതുപോലെ തന്നെ പരിഷ്കരണങ്ങൾ, ഓരോ റെയിൽവേ സ്റ്റേഷനിലെ വികസനങ്ങൾ
എല്ലാം കൂടെ ഓൺഗോയിങ് ആയിട്ട് 12,000 കോടി. അങ്ങനെയാണ് 20,000 കോടി. അപ്പം 3,20,000 കോടിയായില്ലേ. ഈ കേന്ദ്രത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകളിൽ നിന്ന് 3.5 ലക്ഷം കോടി രൂപയുടെ 3.5 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ നടക്കുകയാണ് ഇവിടെ. ഈ നടപ്പ് വർഷത്തിലെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുത്തു നോക്കാം, 1,70,000 കോടി രൂപയാണ്. 4,10,10,000 കോടി രൂപയാണ് കടം. അപ്പോൾ കേരളത്തിലെ സർവ്വ വികസനങ്ങളും, ഇപ്പോൾ ഇവിടെ നമ്മുടെ ആലുവയിലെ ഫിഷ് മാർക്കറ്റ്, ഞാൻ ഫിഷറീസിൻ്റെ ചാർജുള്ള മന്ത്രിയാണ്, 50 കോടി രൂപയുടെയാണ് തറക്കല്ലിട്ടത്. കൂടെ ഞാൻ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ കൂടെ. അതിൽ 30 കോടി കേന്ദ്രത്തിൻ്റെയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ഈ അടുത്ത കാലത്തിട്ടു 80 കോടിയുടെയാണ്. അതിൻ്റെ അകത്ത് 60% ഏതാണ്ട് 50 കോടിയോളം കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ഇപ്പോൾ വിവാദമായിരിക്കുന്ന വടകരയിലെ താലൂക്ക് ആശുപത്രി പണി കഴിഞ്ഞു, ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഞാനും ഉണ്ടായിരുന്നു. അത് 83 കോടി രൂപയുടേതാണ്. പണി പൂർത്തിയാക്കി അവിടെ പ്രവർത്തനം തുടങ്ങി. 83 കോടി രൂപയുടെ താലൂക്ക് ആശുപത്രി പണിത് കഴിഞ്ഞിരിക്കുന്നു വടകരയിൽ. 49.8 കോടി കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അപ്പോൾ ഏത് പ്രദേശത്ത് പോയാലും അവിടെയെല്ലാം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. ഇനി ഇവിടെ കൊച്ചിയിലെ കാര്യങ്ങൾ ഞാൻ പറയാം. അമൃത പദ്ധതിയുടെ 288.93 കോടി. അതിൽ 173.4 കോടി കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അമൃത ട്യൂബിൽ 112.53 കോടി കേന്ദ്ര സഹായമാണ്. സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടം കേന്ദ്ര സഹായം 500 കോടി. SPM ബയോവേസ്റ്റ് പ്രോജക്റ്റിൻ്റെ 39 കോടി. BPCL CBG പ്ലാന്റിന് 98 കോടി. PMAYയുടെ 100 കോടി. അതുപോലെ തന്നെ PCT കോളനിക്ക് മാത്രമായിട്ട് 12 കോടി. റോഡ് പദ്ധതികളാകെ 450.23 കോടി. NDMAയുടേത് 200 കോടി. ദേശീയ പാതാ വികസനത്തിന് 11,283 കോടി. ഇത്രയാണ് ഇവിടെ തന്നെ വധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇനി ഏതായാലും ഈ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കില്ല. ദേശീയപാതയുടേത് വന്ന അവസരത്തിൽ, ആ നിർമ്മാണം തുടങ്ങിയ അവസരത്തിൽ നമുക്കറിയാമല്ലോ, റീലിടുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം റീലിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒന്ന് ഇടിഞ്ഞു വീണത് കുറച്ച് ഭാഗം. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയപാതയുടെ ആ ഷൊട്ട് ഇക്ഷ വരെയും കേന്ദ്രത്തിൻ്റെതാണ്. അദ്ദേഹം കൈയൊഴിഞ്ഞു. റെയിൽവേയുടെ കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം അവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. 30 വർഷ കാലഘട്ടം കേരളത്തിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പല രീതിയിലുള്ള ശ്രമവും നടത്തി. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുന്നിടം വരെ അതിന് പെർമിഷൻ കിട്ടിയില്ല. ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ഒന്നും ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അവസാനം വരുമ്പോൾ സ്ലിപ്പായി പോകുമായിരുന്നു. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ ഇല്ലായിരുന്നു. നരേന്ദ്രമോദി വന്നു, അതിന് പെർമിഷൻ കൊടുത്തു. ആ പദ്ധതി നരേന്ദ്രമോദിയുടെ സംഭാവനയാണ്, കേരളത്തിനുള്ള സംഭാവനയാണ്, യാതൊരു സംശയവും വേണ്ട. ഇവിടുത്തെ എയർപോർട്ടുകളുടെ വികസനം, ഇതെല്ലാം തന്നെ നരേന്ദ്രമോദിയുടെ സംഭാവനയാണ്.